ഹായ്. UPSA അറബിക് വിജ്ഞാപനം വന്നിരിക്കുകയാണ്. നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പരീക്ഷയാണ് PSCയുടെ UPSA അറബിക് വിജ്ഞാപനം. നമുക്കറിയാം, ഒരുപാട് പ്രധാനപ്പെട്ട ആശങ്കകൾ ഉണ്ടായിരുന്നു പല ആളുകൾക്കും. പ്രധാനമായിട്ടുള്ള ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ശരിക്കും DLED പരീക്ഷ നിർബന്ധമാക്കുമോ എന്ന ആശങ്കയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഏത് ജില്ലയിൽ കൊടുക്കുന്നതാണ് നല്ലത്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ക്ലിയറായി അറിയണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വെബിനാർ ഈ വരുന്ന 20-ാം തീയതി നടക്കുന്നുണ്ട്. സൂമിലാണ് അത് നടക്കുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ, അതിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഇടാം. ഓക്കെ, ശരി. നമുക്ക് നോക്കാം. PSCയുടെ ഒരു വിജ്ഞാപനം വന്നിരിക്കുകയാണ്. UPSA അറബിക്കാണ്. പ്രധാനമായും 5 ജില്ലകളിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മേജർ ജില്ലകളായിട്ടുള്ള ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കൊല്ലം ജില്ലകളിലാണ്. കാറ്റഗറി നമ്പർ 137 2023 ഈ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. UPSA അറബിക്ക് നമുക്കറിയാം, കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുള്ള ഒരു എക്സാമാണ്. PSC വിജ്ഞാപനങ്ങൾ നടക്കാറുണ്ട്. ഇനി 9 ജില്ലകളിലേക്ക് UPSA അറബിക്ക് വരാനുണ്ട്. അപ്പൊ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ ജില്ലയിലേക്കാണ് ഈ ഒഴിവുകൾ വരുന്നത് എന്നതാണ്. 1 ആലപ്പുഴയാണ്, 2 എറണാകുളം, 3 മലപ്പുറം, 4 കോഴിക്കോട്, 5 കൊല്ലമാണ് ഇത് പറയുന്നുണ്ട്. വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല ആളുകളുടെയും ഒരു ഡൗട്ടാണ് അല്ലെങ്കിൽ ആശങ്കയാണ്, ആലപ്പുഴയിൽ 2 അല്ലെങ്കിൽ കോഴിക്കോട് ഇല്ല, നിലവിലില്ല എന്നുള്ളത്. ശരിക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത ജില്ലകൾ മാത്രമാണ്, അല്ലെങ്കിൽ എണ്ണം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ 5 ജില്ലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനപ്പുറത്തേക്ക് എത്രയുള്ളൂ, ചിലത് 100 കണക്കിന് പോസ്റ്റുകൾ ഉള്ളത്, 50 കണക്കിന് പോസ്റ്റുകൾ ഉള്ളത്, ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റുകൾ വന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വെബിനാറിൽ പറയാം. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ജില്ല നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അപേക്ഷിക്കാവുന്ന ഡേറ്റ് എന്ന് പറയുന്നത്, അവസാന തീയതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഡേറ്റ് ഒരിക്കലും ഡിലേ ആവാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 16/8/2023 വെഡ്നെസ്ഡേ ആണ്. രാത്രി 12 മണി വരെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അടുത്ത മാസം 16-ാം തീയതി പിന്നെ ബുധനാഴ്ച രാത്രി 12 മണി വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യൻസും പല ആളുകളും ചോദിക്കാറുണ്ട്, അപേക്ഷിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. ഈ ഒരു ഇൻഫർമേഷൻ പാസ്സായി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും DLED വേണ്ട, DLED പരീക്ഷ നിർബന്ധം എന്ന് പറയുന്ന സംഗതി പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയും പലരും ചോദിക്കലുണ്ട്, ഞാൻ പഠിക്കണില്ല, ഞാൻ എക്സാം എഴുതുന്നില്ല, പഠിക്കണില്ല എന്നൊക്കെ പറയുന്നതുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം കേട്ടറ്റും അടിസ്ഥാന യോഗ്യതകളായിട്ടുള്ള അഫ്ദലുമ പ്രിലിമിനറി ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും അങ്ങനെയുള്ള കോഴ്സുകളും ഈക്വലൻ്റ് ആയിട്ടുള്ള പല കോഴ്സുകളും വെച്ചിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള PSCയുടെ തുളസിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഗസറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര നിയമനങ്ങൾ നടന്നു, അതേപോലെ തന്നെ ഏകദേശം ഇതിൻ്റെ സാലറി സ്കെയിൽ എത്രയാണ്, ഇത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യവും എങ്ങനെ പഠനം തുടങ്ങാമെന്നുള്ളതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു വെബിനാർ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഇതൊരു ഇൻഫർമേഷൻ മാത്രമാണ് എനിക്ക് പാസ് ചെയ്തത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് 20-ാം തീയതി, ഈ വരുന്ന 20-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 7:30 സൂം വഴി എഡ്ഫിൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നിങ്ങളുമായി സംവദിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് പങ്കെടുത്താൽ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുവാനും എന്നിട്ട് അപേക്ഷ കൊടുക്കുവാനും തയ്യാറാവുകയും ചെയ്യുക. സോ നമ്മളുടെ വലിയ പ്രതീക്ഷയാണ്, പരീക്ഷ എപ്പോൾ വരും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഏത് ജില്ലയിലാണ് ആദ്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് കൂടുതൽ ബെറ്റർ എന്നുള്ള കുറേ ആശങ്കകൾ ഉണ്ടാവും. ഇതിനൊക്കെ നമുക്ക് ആ വെബിനാറിൽ ചർച്ച ചെയ്യാം. എന്താവട്ടെ, ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് നമ്മുടെ വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. കേട്ടറ്റ് അടിസ്ഥാന യോഗ്യതയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ്. ഇതാരും മിസ് ചെയ്യരുത്, ഒഴിവാക്കരുത്. സോ നമുക്ക് നമ്മുടെ സർക്കാർ ജോലി കരസ്ഥമാക്കാം. എഡ്ഫിൽ ലേണിംഗ് നിങ്ങളോടൊപ്പമുണ്ട്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.